ത്തേക്കാൾ കൂടുതൽ ഇവിടെ ഐസ് ആണുള്ളത്. നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഈ ഐസ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ ചെയ്യുകയാണ്. വെൽക്കം വെൽക്കം വെൽക്കം. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ലോക്കലും പിന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളും ഇവിടെ പെർഫോം ചെയ്യും. അതുവരെ നിങ്ങൾ ഈ ഐസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളുടെ ഭംഗി ആസ്വദിക്കൂ. പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അതായത് കം ഹിയർ. ഡോക്ടർ ബാലു താനാരാണ്? സത്യത്തിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. കാനയിലൊഴുകുന്ന വേസ്റ്റാണ് ഞാൻ. ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ട ഗസ്റ്റാണ് ഞാൻ. എല്ലാ കരടികളും നമ്മുടെ ഡോക്ടർ ബാലു ആവണമെന്നില്ല. സംശയമുണ്ടോ? കൊള്ളാലോ, എനിക്കും അതുപോലെ ചെയ്യണം. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തേ. അടിപൊളി. മഹാവിഷ്ണുവിന്റെ കയ്യിൽ സുദർശനമായിരുന്നു. വളരെ ഗംഭീരമായ ഒരു പ്രദർശനമായിരുന്നു. ഹായ് ആൻഡ് താങ്ക്സ്. അപ്പോ നിങ്ങൾക്ക് എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ അതിഥികളുടെ പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്കത് കാണാം. സ്വാഗതം ചെയ്യാം ഹണി ആൻഡ് ഹിസ് ടീം. എന്ന കടലിൽ നിന്നും നല്ല ഐഡിയ എന്ന തിമിംഗലമാണല്ലോ പുറത്തു വന്നത്. എന്റെ സുഹൃത്താണ് മിസ്റ്റർ ജോണ്. നമ്മുടെ അതിഥികൾക്കും പെർഫോം ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. അതെന്തായാലും കൊള്ളാം, നല്ല രസമായിരിക്കും. അതെ അതെ, നല്ല രസമായിരിക്കും. ഇതോടെ ആളുകൾ നിങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചിട്ട് പറയും ജാക്കി ഈസ് ദ ബെസ്റ്റ്. ഓക്കേ. എന്റെ അമ്മേ, ഇതിന് ഭയങ്കര തണുപ്പാണ്. അതെ, നമ്മൾ നമ്മുടെ പെർഫോമൻസ് കൊണ്ട് ഇത് ചൂടാക്കേണ്ടി വരും. സംശയമുണ്ടോ? ഇവന്മാരെന്തിനാ എന്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? അയ്യോ കൂട്ടുകാരെ, എന്റെ ഡ്രം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കോട്ടെ, നീ കണ്ണു ചെയ്യേ. എല്ലാരും നല്ല ഹാപ്പി മൂഡിലാണ്. ഇത് കൊള്ളാലോ, ഈ ജാക്ക് അടിപൊളി ഫൈറ്ററാണ്. അപ്പൊ കൂട്ടുകാരെ, അടുത്തതായി ഞാൻ നിങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ വെപ്പണിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് കാണിച്ചു തരാം. ജാക്ക് ആൻഡ് പാർട്ടി ജോക്ക്, നിങ്ങൾ നിങ്ങളുടെ ഈ പെർഫോമൻസിലൂടെ ജനങ്ങളുടെ മനസ്സെന്ന പായസത്തിൽ മധുരം കൂട്ടിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മുന്നിൽ അടിപൊളി പെർഫോമൻസുമായി വരികയാണ് ഹണി ആൻഡ് ബണി. കം ഹിയർ. എന്റെ അമ്മച്ചി, അയ്യോ. ഹണി ബണി, ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട്. വേഗം ഫൈറ്റ് തുടങ്ങ. എന്റെ ചന്തി ചമ്മന്തിയായേ. എന്റെ അനിയ, ഇത് മാർഷൽ ആർട്സ് ആണോ അതോ നിങ്ങൾ തുണി അലക്കുകയാണോ? എടാ സോർദാറേ, ഇവന്മാർ രണ്ടുപേരും കൂടി നമ്മുടെ മാനം കളയുമെന്നാ തോന്നുന്നത്. ഈ തണുപ്പത്ത് പരിശീലനം ഇല്ലാത്തവർക്ക് ഈ ഐസ് പൊട്ടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യേ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ പോലെ സ്പെഷ്യൽ വെപ്പൺസ് ഒന്നും ഇല്ലല്ലേ? എന്തെങ്കിലും ഉണ്ടോ? കൊച്ചലിയ, സ്പെഷ്യൽ വെപ്പൺ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? എന്നാ തുടങ്ങിക്കോ. എടാ, നന്നായിട്ട് ഉണ്ടാക്കാൻ നോക്ക്.
ജാക്ക്, നീ നന്നായി പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിമയിലേക്ക് ഒന്ന് നോക്കിക്കേ. എടാ ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. ഇപ്പൊ ഉറപ്പായി ഇനി എല്ലാരും ഇവന്മാരെ കളിയാക്കി കൊല്ലും. ഈ മഞ്ഞുമലകളിൽ ഇങ്ങനെ കളിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്ന് നമുക്ക് റേസ് ആരംഭിച്ചാലോ? മല്ല, ഇത്രയും ഭാരമെടുത്താൽ നിന്റെ ഡോഗുകൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല. യു സിലി ബിലി മാൻ. മതവ, നീ അഥവാ റേസ് ജയിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. കാരണം നീ പീക്രിയാണ്. ചോർത്താറെ സൈഡിലേക്ക് മാറേ. അവരുടെ ഓട്ടം കണ്ടിട്ട് നിന്റെ ദേഹത്ത് ഓട്ടം വീഴുമെന്ന് എനിക്ക് തോന്നുന്നത്. മാറേ. എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ കഴിയും. വെക്കുന്ന നീ ഇതിലും വേഗത്തിൽ ഓടിയാൽ നിനക്ക് ഞാനൊരു ചീസ് കേക്ക് മേടിച്ചു തരും. ചീസ് കേക്കോ? നിങ്ങൾക്ക് എന്താ കൂട്ടുകാരെ ഈ സ്പീഡിലാണ് ഓടാൻ അറിയുന്നത്? കുറച്ചും കൂടെ സ്പീഡിൽ ഓടേ. ഇവൻ ഇവരെക്കാൾ സ്പീഡിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. ഇത്ര സ്പീഡിൽ ഓടുന്ന ഒരു ഡോഗി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇവരെ അടിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് തോൽക്കാൻ ഇഷ്ടമല്ല. അവന്മാരെന്ത് ദുഷ്ടന്മാരാ! ഇങ്ങനെ ചുമ്മാതെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പാടുണ്ടോ? ആ ഡോഗിനെ എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വാ. യു സിലി ബിലി മാൻ. പക്ഷെ ഞങ്ങൾ അതിനെ എവിടെ അന്വേഷിക്കാനാ? എവിടെയെങ്കിലും അന്വേഷിക്കുക. ഈ റേസ് എനിക്ക് ജയിച്ചേ പറ്റൂ. കഴിഞ്ഞ തവണ ഞാൻ തോറ്റുപോയി. എനിക്ക് ആ ഡോഗിനെ വേണം. ശരി, പക്ഷെ ആ ഡോഗ് ആരുടേതാണ്? ആ ഡോഗ് എന്റേതാണ്. Get him, get him. എനിക്ക് ആ ഡോഗിനെ ഗേറ്റിന്റെ അകത്ത് കിട്ടണം. എന്റെ ഡോഗ് ഹൗസിൽ. എന്റെ ഡോഗ് ഹൗസിൽ അവർ വന്നില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളെ ആയിരിക്കും ഡോഗിന് പേര് ഓടിക്കുന്നത്. പിന്നെ ആ ഡോഗിനെ ഒരിക്കലും മല്ലന് കിട്ടരുത്. ആ ഡോഗിനെ ഒരിക്കലും മാധവന് കിട്ടാൻ പാടില്ല. ഗോ ഗോ, വേഗം ചെല്ല്. കലത്തിലുള്ള വെള്ളം പോലും ഐസായി മാറി. എനിക്ക് ദാഹിക്കുന്നേ. ഇനി എവിടെ നിന്നാണ് കുറച്ച് വെള്ളം കിട്ടുക? ഇവനാണ്, പിടിച്ചോ. ഓ, ഈ തണുപ്പത്തും ബുദ്ധിയും തണുത്തു പോയോ? ഞാൻ എന്തിനാ മണം പിടിക്കുന്നത്? വെള്ളത്തിന് മണമില്ലല്ലോ. നിങ്ങൾ ഈ ഡോഗിന്റെ പുറകെ വരുന്ന മാധവൻ സാറിന് അറിയാമായിരുന്നു. പക്ഷെ ഇവനെ കൊണ്ടുപോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് വിട്ടതാ. ഞാൻ നിനക്ക് മോമോസ് വാങ്ങിത്തരാം. എടാ, മോമോസ് വേണമെങ്കിൽ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. പറയുന്ന കേൾക്കനിയാ. അഥവാ ഡോഗിനെ കൊണ്ടുവന്നില്ലെങ്കിൽ മാധവൻ സാർ ഞങ്ങളെ ഡോഗാക്കി റേസിൽ ഓടിപ്പിക്കും. അപ്പൊ ഇവനില്ലാതെ ചെന്ന് കഴിഞ്ഞാ മാധവൻ സാറ് ഞങ്ങൾക്ക് പാർട്ടി തരൂ. ഇത്തവണ ഈ ഡോഗിനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ. എടാ, ഞാൻ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവിടെ മറ്റാരോ ഉള്ളതായി എനിക്ക് തോന്നുന്നത്? ഒന്നും മണം പിടിച്ച് നോക്കാം. ഇത്തവണ എന്തായാലും ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. അയ്യോ, അതൊന്നും ശരിയാവില്ല അനിയ. ഇത്തവണ നീ പറഞ്ഞ ഒന്നും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഫൈറ്റ്. വേണമെങ്കിൽ താങ്ക്സ് പറഞ്ഞു. ഞാനാ നിങ്ങളെ രക്ഷിച്ചത്. യെസ്, താങ്ക് യു. ഇനി നീ എനിക്ക് മാത്രം സ്വന്തമാണ്. അയ്യോ, എന്നെ രക്ഷിക്കണേ. എന്നെ കൊല്ലം കൊണ്ടുവന്നേ. എന്റെ അമ്മേ, ഇത് കേട്ടിട്ട് സോർദാറിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. വേഗം എഴുന്നേക്ക്. സോർദാറിനെ ആരോ തട്ടിക്കൊണ്ട് പോയേ.
എല്ലാരും വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവർ പുറകെ പോകണം. രാവിലെ നീ വലിയ സ്പീഡിലല്ലേ ഓടിയത്, അനുഭവിച്ചോ? എന്തിനാ അവനെ പേടിപ്പിക്കുന്നത്? പാവത്തിന് ഇവിടെ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരും, നമ്മളെ പോലെ ഓടേണ്ടി വരും. ഇവർക്ക് എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ സാധിക്കില്ല. രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കാനേ പാടില്ല. നാളെ റേസാണ്, 4 ഭാഗത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അനിയ, ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോയതാണ്. നീ മറന്നേക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. നാളത്തെ റേസ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാ ഒരാഴ്ച നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും. ഇവർക്ക് എന്നെ നാളെ വരെ ഇവിടെ കെട്ടിയിടാൻ കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഇവരുടെ അടിമയായിരിക്കും. ഇനി നിങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് അയ്യോ, ഇതാ പറ്റിയെ. വാ സർദാറേ. ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. നാളത്തെ മാച്ചിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിന്റെ തലക്കെന്താടാ, നല്ല സുഖമില്ലേ? സംശയമുണ്ടോ? അല്ല പോപ്പേട്ട്, ഇവിടെ എന്റെ കൂടെയുള്ളവരെ എനിക്ക് ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെയും മല്ലനെയും മാധവനെയും എനിക്കൊരു പാഠം പഠിപ്പിക്കണം. സർദാർ പറഞ്ഞ ശരിയാ. നിന്റെ പ്ലാൻ എന്താന്ന് പറ. നാളത്തെ റേസിൽ നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവർക്ക് നമ്മൾ നല്ലൊരു പണിയും കൊടുക്കും. അവന്മാർ ഇനി ഒരു ഡോഗിനെയും റേസിൽ നിർബന്ധിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. ഇവരെ എല്ലാവരെയും നമ്മൾ സ്വതന്ത്രരാക്കും. നാളത്തെ റേസിൽ മല്ലനും മാധവനും ആയിരിക്കില്ല, നമ്മളായിരിക്കും ജയിക്കുന്നത്. ആരുടെ ഭാഗത്തുനിന്നും ഒരു പിഴവ് പോലും സംഭവിക്കാൻ പാടില്ല. ഞാൻ കമന്റേറ്ററാണ്. തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തോണം. സംശയമുണ്ടോ? ഓക്കേ സാർ. ഓ, അവന്മാര് വരുന്നുണ്ട്, വേഗം തയ്യാറായിക്കോ. ഈ ഡോഗോ യു സ്റ്റുപ്പിഡ് മാൻ. മാധവൻ ആഗ്രഹിക്കുന്നത് എന്ത് നേടിയെടുക്കും. നീ നിന്റെ ഡോഗുകളെ ഒന്ന് നോക്ക്. ഈ കുട്ടി ഡോഗുകൾ ഏതാണ്? ഞാനാണ് പോലാളി. ഇന്നത്തെ റേസ് എന്തായാലും നല്ല രസമായിരിക്കും. ബാക്കിയുള്ള രസം മുഴുവൻ എന്റെ കമന്ററിന്ന് കിട്ടിക്കോളും. സംശയമുണ്ടോ? എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഇന്നറിയാം ആരൊക്കെ ജയിക്കുമെന്നും ആരൊക്കെ അടികൊള്ളുമെന്നും. സംശയമുണ്ടോ? ആ, കലക്കി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതെ, സൂക്ഷിച്ച് സൂക്ഷിച്ച്, അന്യോന്യം ഇടിക്കാതെ വേണം ഓടാൻ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇനി അങ്ങോട്ട് കുത്തനെ ഇറക്കമാണ്. സൂക്ഷിച്ച്, മുതലാളിമാർ വീഴാൻ പാടില്ല. നിർത്തൂ, നിർത്താൻ. ഇല്ല മലയാളി, ഞങ്ങള് റേസ് ജയിച്ചിട്ടേ നിർത്തൂ. കൊച്ചലിയ, തുടങ്ങിയാലോ? നീ തുടങ്ങ. കൊക്കയുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? റേസ് നിർത്തൂ. ഇതൊന്ന് അതിന് ശരിക്കുള്ള റേസ് തുടങ്ങിയിട്ടില്ലല്ലോ. രണ്ടുപേര് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. സംശയമുണ്ടോ? Stupid fellows. ഓടിക്കോ, ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. സംശയമുണ്ടോ? ഹണി, നിനക്ക് കളിക്കാൻ അറിയാലോ അല്ലേ? അതായത് യേസ്. അല്ലെങ്കിലും തോൽക്കുന്നതിന് കളി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കളിക്കളത്തിലേക്ക് വാടാ. എന്നാ പിന്നെ വേഗം വാ. എങ്ങോട്ട്? കളിക്കളത്തിലേക്ക്. അല്ല, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് കളിക്കളത്തിലേക്ക് വരാൻ. കുട്ടികളുടെ കളിക്കളം പുറത്തോട്ട്, അങ്ങോട്ട് പോവാം. എന്റെ ഹണി, പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം ചെസ് കളി തുടങ്ങാമെന്നാണ്.
പറയേ, നിനക്ക് വെള്ള വേണോ കറുപ്പ് വേണോ? വേറെ കളർ ഉണ്ടെങ്കിൽ കാണിക്കേ. എടാ 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 മഞ്ഞപ്പിച്ചാതെ, ഞാൻ നിന്റെ സാരിയല്ല കാണിക്കുന്നത്. സംശയമുണ്ടോ? ഹണി, നിന്റെ തലക്കകത്ത് മൊത്തം ക്ലീൻ അല്ലേ, അതുകൊണ്ട് വെള്ള എടുത്തോ. വാടാ വന്ന് കളിക്കേ. എന്റെ ഹണി, കുതിരയാകെ 4 ചൂടേ പോകത്തുള്ളൂ. അതിന്റെ ചുവട് നാലാണ്, പക്ഷെ കുതിച്ചു ചാടിയല്ലേ പോയത്, അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി പോയത്. ചെക്ക്. ആദ്യം രാജാവിനെ രക്ഷിക്കാൻ നോക്കടാ കഴുതേ. എടാ തന്ത്രം ഉപയോഗിച്ച് നീക്കാൻ നോക്ക. കൊള്ളാം. ഓ, ഇവരെന്തുവാടാ ഈ കാണിക്കുന്നേ? കുതിര പുറത്തേക്ക് പോയി, എന്നിട്ട് പടയാളിയും കൂട്ടി തിരിച്ചു വന്നു. ഏതാടാ ഈ കുട്ടിച്ചാത്തൻ? സോറി അങ്കിൾ, മൈസെൽഫ് ലിറ്റിൽ ഡ്രാക്കുള. നിങ്ങൾ എന്നെ കണ്ട് പേടിക്കണ്ട, ഞാൻ വളരെ ക്യൂട്ടായ ഡ്രാക്കുളയാണ്. ഇങ്ങനെ ആരാണ് ക്യൂട്ടാകുന്നത്? ഇങ്ങനെയും ക്യൂട്ട് ആവാലോ, പക്ഷെ കുറച്ച് വികൃതിയും കയ്യിലുണ്ട്. അതവിടെ നിക്കട്ടെ, നീ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നേ? സത്യത്തിൽ ആ കൊടുങ്കാറ്റ് കാരണം പറന്നും വീണും ആടി ഒലഞ്ഞും എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ, രാത്രി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അതെന്താ ഇന്നത്തെ രാത്രി കഴിഞ്ഞിട്ട്? കാരണം ഞാൻ ലിറ്റിൽ ഡ്രാക്കുളയാ. ഞങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കൊണ്ടുവാങ്കളെ. എന്റെ അമ്മോ, ഇതിപ്പോ ഭക്ഷണം കൊടുത്തു കൊടുത്ത് ഉള്ള പ്ലേറ്റ് മുഴുവനും തീർന്നുപോയി. ഒരു പാവം കൊച്ചുകുഞ്ഞിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്നിട്ട് ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലേ? അയ്യോ കരയണ്ട കരയണ്ട, വാ പുറത്തു പോയി വല്ലതും കഴിക്കാം. യേയ്! അയ്യോ അയ്യോ, ഇവിടെ ഇറങ്ങാം, അവിടെ നിൽക്കാൻ. പോപ്പട്ടെ ഇങ്ങോട്ട് പോയി. നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? സോറി അങ്കിളെ, സോറി. കറുത്ത കണ്ണട വെച്ചോണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. നിന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾ നന്നായിട്ട് നീട്ടിയാ ഹോൺ അടിച്ചത്. മിണ്ടിപ്പോരുത്, എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഓ, ഇതെന്തൊരു ശല്യമാ. ഒന്ന് മിണ്ടായിരിക്കടാ, ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. കറുത്ത കണ്ണട വെച്ചോണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. കൂടുതൽ മാത്രമല്ല, നിങ്ങളിൽ എനിക്ക് എന്റെ ഭക്ഷണം കാണാൻ കഴിയുന്നുണ്ട്. നോക്കിയേ, ഇപ്പൊ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നീ നിന്റെ വീട്ടിൽ പോ പ്ലീസ്. ആദ്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് തിന്നട്ടെ, എന്നിട്ട് പോയാ പോരെ. നിൽക്കവിടെ. ഹായ്.
ഓ ഓ അയ്യോ ഞാൻ ഫ്ലവർ വൈസാ പൂവിന്റെ. ആ ഓ ദേ നോക്ക്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ ഇവര് ഒരു തരത്തിലൊരു ഹണിയാ. ആ ഓ ഓ ഓ